അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ക്ലാസ്സുകളൊക്കെ എല്ലാവരും കേൾക്കുന്നുണ്ടാവും, മനസ്സിലാക്കുന്നുണ്ടാവും എന്നൊക്കെ വിചാരിക്കണം. വളരെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ജോലി, തൊഴിൽ, സമ്പാദ്യം, ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ഹറാമ ഹലാലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ഫസൽ നമ്മൾ പൂർത്തിയായി. അടുത്ത ഫസലുൻ ഫി ബയാനി ദറജാത്തിൽ ഹലാൽ, 99-ാമത്തെ പേജ്, 9 ഹലാലിൻ്റെ ദർജകൾ വിശദീകരിക്കുകയാണ്. ഹലാല് തന്നെ പല കാറ്റഗറികളുണ്ട്. നമ്മളിപ്പോൾ ഹലാലായ സാധനം ഉപയോഗിക്കുക എന്ന് പറയല്ലോ. ഈ ഹലാലിൽ തന്നെ പല കാറ്റഗറികളുണ്ട്. എല്ലാം ഹലാൽ തന്നെയാണ്, എന്നാലും ഓരോന്നിൻ്റെയും ക്വാളിറ്റി അനുസരിച്ചുകൊണ്ട് അതിൽ വ്യത്യാസങ്ങളുണ്ടാവും. നമുക്ക് പ്രാപ്യമായതും അപ്രാപ്യമായതുമായ സംഗതികളുണ്ടാവും. അത്തരം കാര്യങ്ങൾ മുറാഅത്ത് ചെയ്യുന്ന, അതിനെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ചാണ് ഒരു മനുഷ്യൻ്റെ ഈമാനും പടച്ചവൻ്റെ അടുത്തുള്ള കൂലിയും ഒക്കെ ഉണ്ടാവുന്നത്. മനസ്സിലാക്കണം നമ്മൾ. ഇപ്പോൾ ഹലാലിൻ്റെ വിവിധ ദർജകളാണ്, അതിൻ്റെ ഒരു മെറിറ്റ് വരാണ് ഹലാലുകളുടെ. വഅലം അന്നഹു തഹില്ലുൽ അംബാലുൽ മഖൂദത്തു മിൻ അഹ്ലിൽ ഹർബ്, തീർച്ചയായും ഹർബിയായ കാഫിര്യങ്ങളിൽ നിന്ന് പിടിക്കപ്പെടുന്ന മുതൽ ഹലാലാകും. ബി അയ്യ തുരീഖിൻ ഉഖദത്ത്, ഏത് നിലക്ക് പിടിച്ചാലും. മുസ്ലിങ്ങളോട് ശത്രുത പുലർത്തുന്ന കുഫാറിൻ്റെ സമ്പത്ത് നമുക്ക് എങ്ങനെയും അനുവദനീയമാണ്. അതങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു അരാജകത്വത്തിലേക്കൊന്നും കൂട്ടുന്ന സംഗതി ഉണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു സമാധാന അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ നിന്നുകൊണ്ടത് നേരിട്ട് നമ്മൾ പോകുന്നതുകൊണ്ടാണ്. അതായത് നിയമങ്ങളൊക്കെ ഇതിലുണ്ട്, അതൊക്കെ നമ്മൾ അങ്ങനെ നടപ്പാക്കാൻ നിൽക്കരുത്, അത് ശ്രദ്ധിക്കണം. സന്ദർഭവും സാഹചര്യം നോക്കിയിട്ടല്ലാക്കെ പറ്റുള്ളൂ. ദിമ്മിയായ കാഫിറല്ല, നമ്മളുമായിട്ട് ശത്രുത ഇല്ലാത്തവരെ കുറിച്ചല്ല പറഞ്ഞത്. മുസ്ലിങ്ങളോട് ശത്രുതയില്ല, നമ്മളെന്തെങ്കിലും ചെയ്യാൻ വേണ്ടി തക്കം പാർത്തിരിക്കുന്ന കുഫാർ, അവരുടേത് കിട്ടുന്ന ലാഭം എന്ന് പറയാം. കത്തുന്ന വരെയൊന്നും ഊരിന കൗക്കൂല ലാഭം എന്ന് പറയലുണ്ടല്ലോ, അത്രയുള്ള പേര്. അതുപോലെ ഒമാ യംലിക്കു ബിൽ ഇസ്തിയാദി, വേട്ടയാടി പിടിക്കുന്നത്, അവിൽ ഇഹ്തിതാബി, അല്ലെങ്കിൽ വിറക് ശേഖരിക്കുന്നത്. അതായത് ഇഹ്തിതാബ് എന്നൊക്കെ പറഞ്ഞാൽ ഹലാലായ സ്ഥലത്ത് പോയിട്ട് വിറക് ശേഖരിക്കുക. അതായത് ഹലാലായ സ്ഥലം എന്ന് പറഞ്ഞാൽ ആരുടേതും അല്ലാത്ത സ്ഥലം. പിന്നെ അതിപ്പം പൊതുവെ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല, വ്യക്തി ഉടമയില്ലാത്ത സ്ഥലം. അത്തരം സ്ഥലത്തുള്ള വർഗ്ഗവും കാര്യങ്ങളൊക്കെ എടുത്തു കൊണ്ടുവരാം, അത് ഹലാലാണ്. അല്ലെങ്കിൽ യുസ്തഖ്റജു മിനൽ മആദിൻ, ഖനികളിൽ നിന്ന് എടുക്കപ്പെടുന്നത്. ഖനികളിൽ നിന്ന് എടുക്കപ്പെടുന്ന ഒരാൾക്കൊരു ഖനിയുണ്ട്, അവനാൻ്റെ ഭൂമിയുള്ള ഖനിയാണ്. അവനാൻ്റെ ഭൂമിയിൽ ഖനി കണ്ടാൽ ഇന്ന് സർക്കാർ കൊണ്ടുപോകും, അത് വേറെ കാര്യം. ഷറ അനുസരിച്ച് അവൻ്റെ ഭൂമിയുള്ളതാണല്ലോ, അവനത് ഹലാലാണ്. വമാ യുഖദു മിൻ അഹ്ലിൽ ഹർബി, എന്നാൽ അഹ്ലുൽ ഹർബിൽ നിന്ന് എടുക്കപ്പെടുന്നത്, മുകളിൽ നമ്മൾ പറഞ്ഞല്ലോ, ഹർബിയായ കാഫിര്യങ്ങളിൽ നിന്ന് നമ്മൾ പിടിച്ചെടുക്കുന്നതൊക്കെ നമുക്ക് അനുവദനീയമാണ്. പക്ഷേ അത് ഇന്നമാ യഹല്ലു ബഅദ ഇഖ്റാജുൽ ഖുമുസി, 1/5 അതിൽ നിന്ന് കൊടുത്ത ശേഷമാണ് അത് അനുവദനീയമാവുക. അടുത്ത കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഫിഖ്ഹിൽ ഈ സക്കാത്തിൻ്റെ ബാബിൽ സക്കാത്ത് ഓഹരി ചെയ്യുന്ന വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ ഒന്നാണ് ഗനീമത്ത്, ഫൈ പോലുള്ള സ്വത്തുക്കൾ ഓഹരി ചെയ്യുന്ന വിഷയം. ഇപ്പോൾ ഗനീമത്ത്, യുദ്ധത്തിൽ ഗനീമത്തായി കിട്ടിയ മുതൽ ഓരൊക്കെ ഉണ്ടല്ലോ. വഅലമു അന്നമാ ഗനിംതും മിൻ ഷൈഇൻ ഫഅന്ന ലില്ലാഹി ഖുമുസഹു വലിർറസൂൽ, ഖുർആനിൽ കാണാം. നിങ്ങൾ ഗനീമത്ത് സമ്പാദിക്കുന്ന ഏതൊരു സംഗതിയും അതിൻ്റെ 1/5 അള്ളാഹു റസൂലിനൊക്കെ ഉള്ളതാണ്. ഇങ്ങനെ നമ്മൾ കുഫാറിൽ നിന്ന്, ഹർബിയായ കാഫിര്യങ്ങളിൽ നിന്ന് നമ്മൾ പോയി പിടിച്ചെടുക്കുന്ന സാധനങ്ങൾക്ക് ഫൈ എന്നാണ് പറയാം. തർക്കും വക്കാണും യുദ്ധമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഫൈ സ്വത്തുക്കൾ എന്ന് പറയും. ഈ ഫൈ സ്വത്തുക്കളും കൈകാര്യം ചെയ്യേണ്ടത് ഗനീമത്ത് കൈകാര്യം ചെയ്യുന്ന പോലെയാണ്. അതാണൊരു ഖുമുസിൻ്റെ വിഷയം. അതായത് 1/5 ഇവനെടുക്കാൻ പാടില്ല, 1/5 ഭാഗം മാറ്റി വെക്കണം. ആ 1/5 ഭാഗം മുസ്ലിങ്ങളെ പൊതു മസ്ലഹത്തിനുള്ളത്, യതീമക്കൾക്ക്, മിസ്കീന്മാർക്ക്, യാത്രക്കാർക്ക്, ഇങ്ങനെ കുറേ അവകാശികളുണ്ട് ഈ 1/5. അത് കൊടുക്കണം. അല്ലാതെ കുഫാറിൽ നിന്ന് എടുക്കപ്പെടുന്നത് നേരെ ഇവന് സ്വന്തമായിട്ട് ചിലവാക്കാൻ പറ്റില്ല. അതുമാണ് ശ്രദ്ധിക്കുക. അതിൻ്റെ 5/4 ഭാഗമേ അവനെടുക്കാൻ പാടുള്ളൂ. 1/5 ശരിക്ക് ഷറ നിശ്ചയിച്ച, ഖുർആൻ നിശ്ചയിച്ചിട്ടുള്ള വിഭാഗങ്ങളുണ്ട്, അവർക്ക് കൊടുക്കണം. പിന്നെ ഇതാക്കാൻ ബിഖ്താലി മിന സുൽത്താൻ, അത് സുൽത്താനിൽ നിന്നുള്ള യുദ്ധം വഴിയാണെങ്കിൽ അതും ശ്രദ്ധിക്കണം. യുദ്ധം വഴി ഗനീമത്ത് കിട്ടിയ ഹർബിയായ കാഫിര്യങ്ങൾ നമ്മൾ പിടിച്ചെടുത്ത സാധനങ്ങൾ അവിടെ എന്ത് ചെയ്യണം? അതിന് ഖുമുസ് കൊടുത്തതിന് ശേഷമായിരിക്കണം, 1/5 ഭാഗം കൊടുക്കേണ്ടവർക്ക് കൊടുത്ത ശേഷമായിരിക്കണം അത് ഉപയോഗിക്കേണ്ടത്. പിന്നെ തീനുല്ലതി യുക്കലു, തിന്നപ്പെടുന്ന മണ്ണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മണ്ണ് തിന്നാൻ പറ്റുമെന്നാണ് വിഷയം. ഇപ്പോൾ ഹലാലാവോ മണ്ണ് എന്നാൽ?
അത് ഇന്നമായ ഹറാമാകും അലാമ യത്ലറു ബിഹി, അതുകൊണ്ട് പ്രയാസം ഉണ്ടാകണക്ക് ഹറാമാവും. ഇപ്പോൾ ഒരാൾക്ക് മണ്ണ് തിന്നാൻ പറ്റുമോ? ഭൂമിയിലുള്ള മണ്ണ്, അതിനോട് കുഴപ്പമില്ലെങ്കിൽ തിന്നാം, കുഴപ്പമുണ്ടെങ്കിൽ പറ്റൂല. ശരീരത്തിന് പ്രയാസം ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് അവിടെ നോക്കേണ്ടത്. ഹലാലാണോ അല്ലെന്നാണ് ഈ പറയുന്നത്. വഖദ് വറദത്ത് മനാഹിയ, കുറേ വിരോധനകൾ വന്നിട്ടുണ്ട്. തുഷ്അറു ബിഉമൂമി തഹരീം, പൊതുവിൽ ഹറാമാണെന്ന് അറിയിക്കുന്ന വിരോധനകൾ പലതും മണ്ണിൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫയംബഗി യുഹ്തറസ മിൻഹു, അതൊക്കെ ഒന്ന് സൂക്ഷിക്കൽ നിർബന്ധമാണ്. അതൊക്കെ ശർഈയായ കാര്യങ്ങൾ ആ നിലക്കൊക്കെ എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക. ഇനി ബയാന് ദർജാത്തിൽ ഹലാൽ വൽ ഹറാം, ഹലാൽ ഹറാമിൻ്റെ ദർജകൾ പറയണം. ഹലാലിൻ്റെ മെറിറ്റ്, ഹറാമിൻ്റെ മെറിറ്റ്. ഇപ്പോൾ ഹലാൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ ഹലാലായ കുറേ കാര്യങ്ങളുണ്ടാവും, അത് ഹലാലാണ് ഇത് ഹലാലാണ്. പക്ഷേ എല്ലാ ഹലാലും ഒരു മെറിറ്റിലാണോ? നമുക്കത് കാറ്റഗറി ചെയ്യാൻ പറ്റും. ഹലാലിനെ നമുക്കിങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റ് ആക്കിയിട്ട് ഇടാൻ പറ്റും. ഹറാമും അങ്ങനെ തന്നെയാണ്. ഒന്ന് ചിലതിനേക്കാൾ സ്ട്രോങ് ആയിരിക്കും, ചിലതിനേക്കാൾ പിന്നെ ലൂസായിരിക്കും. അത് സ്വാഭാവികമായിട്ടും അല്ലാതെ എല്ലാ ഹറാമുകളും തെറ്റായ കാര്യങ്ങളും പിന്നെ നന്മയായ കാര്യങ്ങളൊക്കെ എല്ലാം ഒരേ ലെവലിലല്ലല്ലോ, ഒരേ റേഞ്ചല്ലോ എല്ലാം അല്ലല്ലോ, അതിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. ഇതാണ് ഈ നീ മനസ്സിലാക്കുക. അന്നൽ ഹറാമ കുല്ലഹു ഖബീസുൻ, ഹറാമ് ഫുള്ള് മോശ ഖബീസാണ്. പക്ഷേ ഇല്ല അന്ന ബഅദഹു അഖ്വസു മിൻ ബഅദ്, ചിലതിനേക്കാൾ മോശമായിരിക്കും. ഹറാമ് മൊത്തത്തിലൊക്കെ മോശമാണ്, എല്ലാം മോശമാണ്, പക്ഷേ ചിലത് കൂടുതൽ മോശം ഉണ്ടാവും. ഹലാലൊക്കെ തൊയ്യബാണ്, പക്ഷേ ഇല്ല അന്ന ബഅദഹു അത്വയ്യബ്, ചിലത് കൂടുതൽ നല്ലതാണ്. അപ്പോൾ ഏത് ഹറാമ് ഹലാൽ എടുത്ത് നോക്കിയാലും ഖബീസും അഖ്ബസും ഉണ്ടാകും. അല്ല, ഹലാൽ എടുത്ത് നോക്കിയാൽ തൊയ്യബും അത്വയ്യബും ഉണ്ടാവും. അതിൽ അവ്വലു ദർജാത്തി വ അഖല്ലുഹ, ഇതിൽ ഒന്നാമത്തെ ദർജ, ഏറ്റവും ചെറിയ ദർജ എന്ന് പറഞ്ഞാൽ എന്താ, അയ്യഹ്തരിസ മിമ്മാ യുഫ്തിൽ ഫുഖഹാഉ ബിതഹരീമിഹി, ഹറാമാണെന്ന് ഫുഖഹാവ് ഫത്വ കൊടുക്കുന്ന കാര്യങ്ങൾ സൂക്ഷിക്കുക. ഇതാണ് ഒന്നാമത്തെ ഏറ്റവും താഴെ സ്റ്റെപ്പിലുള്ള സംഗതിയാണത്. ഹറാമിൻ്റെ ദർജയാണ് ഈ പറയണത് കേട്ടോ. ഹറാമിൻ്റെ ദർജ ഇപ്പോൾ ഇവിടെ ആദ്യം പറയണത്. ഇപ്പോൾ ഏറ്റവും താഴ്ന്ന ദർജാണ് ഏതൊരു മൂല്യരും അത് ഹറാമാന്ന് പറയും. അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കുക തന്നെ. ഒരു മുഫ്തി ഫത്വ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫിഖ്ഹിൻ്റെ മുഫ്തിയാണ്. അതിൽ മറ്റു കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് ഹറാമാണെന്ന് മുഫ്തി എന്തായാലും ഫത്വ കൊടുക്കും, അതിനെ ഒഴിവാക്കുക. അപ്പം ഫിഖ്ഹിൻ്റെ ദൃഷ്ട്യാ ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നർത്ഥം. ഇതാണ് ഏറ്റവും താഴ്ന്ന സ്റ്റേജിൽ. ഇതിൻ്റെയൊക്കെ ഉയർന്ന സ്റ്റേജുകളുണ്ടാവും. ചിലതൊക്കെ നമ്മൾ നേരെ അങ്ങനെ ഒരു ഹറാമൊന്നുമല്ല, എന്നാലും അതൊക്കെ ഒഴിവാക്കുന്ന സാഹചര്യമൊക്കെ വരും. അത് ഓരോരുത്തരുടെ പെർഫെക്ഷൻ അനുസരിച്ചുണ്ടാവും. അപ്പോൾ ആദ്യത്തേതാണ് ഫുഖഹ. കാരണം ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ പറ്റ ലോ സ്റ്റേജിലുള്ള സാധനക്കാർ ഇത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായി ഇങ്ങനെ അളന്ന് മുറിച്ച്, നിങ്ങൾ ഫത്വയിൽ ഓതുന്നവരാണല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ അരുമുറിയൊക്കെ നോക്കി മുറിച്ചുണ്ടാക്കുന്ന സാധനമാണ് ഈ ഫിഖ്ഹ് എന്ന് പറഞ്ഞത്. കാരണം ന്യായം പറഞ്ഞ് ഒപ്പിക്കുന്ന സംഗതിയൊക്കെ ഉണ്ടാവും ഇതിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ഹറാം എന്തായാലും ഒഴിവാക്കണം. അത് ഏറ്റവും താഴ്ന്ന സ്റ്റേജ്. രണ്ടാമത്തെ ദർജ അത് വറഉ സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ സൂക്ഷ്മതയാണത്. സ്വാലിഹീങ്ങളുടെ വറഅ് അതെന്താ അറിയോ? വഹുവൽ ഇംതിനാഉ അമ്മാ യതതറഖു ഇലൈഹി ഇഹ്തിമാലു തഹരീം, ഹറാമാകാനുള്ള സാധ്യത വരാകുന്ന ഒന്നിൽ നിന്ന് വിട്ടു നിൽക്കുക. കണ്ടില്ലേ? മൂല്യാർ ഫത്വ കൊടുക്കൊന്നുമില്ല അത് ഹറാമാണെന്നൊന്നും. ഒരു ഫഖീഹ് എന്താവില്ല അത് ഹറാമാണെന്ന് ഫത്വ കൊടുക്കണമെന്നൊന്നുമല്ല. പക്ഷേ ഹലാലാണെന്ന് ഒരു മൂല്യാരോട് ചോദിച്ചാൽ ഹലാലാന്നൊക്കെ പറയും. അത് ചെയ്യാതെക്കലാണ്. അത് അടുത്ത ഘട്ടം. അഥവാ അതിലൊരു ഹറാമ് വന്നു ചേരുമോ, ഹറാമാകാനുള്ളൊരു സാധ്യത ഉണ്ട്, അത് ഒഴിവാക്കുക. സംഗതി വൈകാനിൽ മുഫ്തി ഒരു ഫത്വ കൊടുക്കുന്ന ആളാണെങ്കിലും യുറഖ്സു ഫീഹി, അതിലളവ് തരുമെങ്കിലും ബിനാനിറ ലാഹിരനുസരിച്ച് നോക്കിയിട്ട്, പ്രത്യക്ഷാവസ്ഥ നോക്കിയിട്ട് ഒരു ഫഖീഹ് എന്ത് ചെയ്യും? ഫത്വ വെച്ചാലോ ഒക്കെ അത് ഹലാലാന്ന് പറയും. കാരണം ഫിഖ്ഹ് ലാഹിർ നോക്കിയിട്ടാണ് പറയാം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു 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 ഹറാമാവാനുള്ളൊരു സാധ്യത ചെറുങ്ങനെ കാണും. വലാകിന്നഹു മിൻ മവാഖി ശുബ്ഹി അൽ ജുംല, മൊത്തത്തിൽ അതൊരു ശുബ്ഹത്ത് വരാവുന്ന ഒരു മേഖലയാണെന്ന് വെക്കുക. ഒരു ശുബ്ഹത്ത് വരാൻ സാധ്യതയുള്ളൊരു സംഗതിയാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പം ഒരു പിന്നെ ഹറാമായ ഇടപാട് നടത്തുന്ന ഒരാളുടെ വീട്ടിലൊരു കല്യാണത്തിന് ഒരു ഉദാഹരണം, ഹറാമ് മാത്രമല്ല അവൻ്റെ പല ജാതി പരിപാടിയുണ്ട്. അപ്പോൾ കുറേ മുതലൊക്കെ ഹലാലുണ്ടാവും, കുറേ ഹറാമുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അവിടെ ഇപ്പോൾ ഒരു ഫിഖ്ഹിൻ്റെ വീക്ഷണം അനുസരിച്ച് പോകുന്ന ഇടപാട് നടത്താൻ പറ്റുമെന്ന് വെച്ചാൽ ഹറാം ഹലാലൊക്കെ തുല്യമായിട്ടാണോ അവൻ്റെ ഇടപാട് എങ്കിൽ അതുകൊണ്ട് കറാഹത്താണ് ഓനുമായിട്ട് ഇടപാടെടുത്തിൽ ഹറാമില്ല. കാരണം എന്തുകൊണ്ട്? ഓനിപ്പോൾ നമ്മളോട് ഇടപാട് നടത്തുന്ന ഈ സാധനം ഹറാമാണ് എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒരു മുഫ്തി ഫത്വ വെച്ചപ്പോൾ എന്താ പറയുക, ആയിക്കോട്ടെ ഇടപാടൊക്കെ നടത്താം, പക്ഷേ ഇങ്ങനെ ഒരു സംഗതി അവിടെ അല്ലേ, ഓരോ ഇടപാടെടുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സാധനം അല്ലെങ്കിൽ നമ്മൾ പോയി തിന്നുന്ന ആ ചോറ് അത് ഹറാമാകാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ ഇത് വിട്ടിക്കുക. ഫത്വ വെച്ചാൽ അത് ഹലാലാന്നേ പറയുള്ളൂ, പക്ഷേ നമ്മളിത് വിട്ടിക്കുക. ഇതൊരു സ്റ്റെപ്പാണിത്.
സംഗതി ഇപ്പോൾ ഇതെന്തല്ല, ഹറാമല്ല, പക്ഷേ ഹറാമ് പോലെ അതിൽ നിന്ന് വിട്ടുക്കുകയാണ്. ഇതൊരു സ്റ്റെപ്പാണ്. ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടാവും. കുറച്ചുകൂടി ആദ്യം ഹറാമാണെന്ന് വ്യക്തമായ ഹറാമായതിനാണ് ആദ്യം ഒഴിവാക്കുന്നത്. ഇവിടെ ഹറാമാകാൻ സാധ്യതയുള്ളതും കൂടി ഒഴിവാക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി ഉയർന്ന സ്റ്റേജാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേജ് വെക്കുക. അദ്ദറജു സാലിസ മാലാ തുഹരിമുൽ ഫത്വ വലാ ശുബഹത ഫിഹില്ലിഹി. ഒരു മുഫ്തി ഹറാമാണെന്ന് ഫത്വ കൊടുക്കൂല. ഇപ്പം ഞാൻ പറഞ്ഞ ഉദാഹരണത്തിലുള്ളമായിട്ടുള്ള ഹില്ല് ഹലാലാണോ എന്നുള്ള കാര്യത്തിൽ ശുബഹത്തും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ശുബഹത്തുള്ളൊരു സംഗതിയാണ് പറഞ്ഞ ഹറാമോ ഹലാലാവാനുള്ള സാധ്യത ഉള്ളൊരു സംഗതി. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ ഇനി രണ്ടുമില്ല, എന്നാലും ഒഴിവാക്കുക. പക്ഷേ ലാക്കിൻ യുഖാഫു പേടിക്കപ്പെടും, അദാവുഹു ഇലാ മുഹറമിൻ, അതൊരു ഹറാമിലേക്ക് കൂട്ടുമെന്നൊരു പേടിയുണ്ട്. ഇപ്പം ഈ സാധനത്തിന് നേരെ ഹറാമില്ല, ശുബഹത്തുമില്ല, പക്ഷേ അത് ചെയ്താൽ അതിക്കൂടെ ഹറാമുക്ക് നമുക്ക് എത്തിപ്പെടുമോ എന്നൊരു പേടി. അപ്പോൾ അവയ്ക്ക് ബോധക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു നാട്ടിൽ ഒരു സ്ഥലത്ത് എന്താകുന്നുണ്ട്, ഒരു ഗാനമേള ഒരു കാണാൻ ഹറാമുള്ള എന്തോ സംഗതി നടക്കുന്നുണ്ട് നിൽക്കുക. അങ്ങനെ എന്തോ സംഗതി നടക്കുന്നതുകൊണ്ട് ആ റോട്ടുമ്മൂടെ പോകാൻ പറ്റില്ല എന്നുണ്ടോ? റോഡുമ്മൂടെ ആർക്കും പോയിക്കൂടെ? ഓന്ത് കാണാനാ പോരെ? ആ റോഡുമ്മൂടെ പോകൽ ഹറാമാണെന്നോ ശുബഹത്തുണ്ടോയെന്നോ ആരെങ്കിലും പറയില്ല. പക്ഷേ ആയിക്കൂടെ അങ്ങനെ പോയാൽ ചിലപ്പോൾ അവിടെ അങ്ങനെ എത്തുമ്പോൾ ഒരു 5 മിനിറ്റ് ഇത് കണ്ടെന്ന് പോകാം എന്ന് തോന്നിയാലോ? അപ്പോൾ ഈ വഴിയെ പോകൽ കുഴപ്പമില്ലെങ്കിലും ഈ പോവുക വഴി എന്ത് ചെയ്യും? ഹറാമിൻ്റെ ഭാഗത്തുനിന്ന് വരുമെന്ന് പേടി. അപ്പോൾ അതിന് തന്നെ ആ ബൈക്കാട് പോകാതൊക്കെ. ഇവിടെ ഇപ്പം മസാല ചോദിച്ചാൽ അവിടെ അങ്ങാടിയിൽ ഒരു ഗാനമേള നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഹലാലാണ്. എന്തായാലും കുഴപ്പം? അത് കാണാൻ മതി. ഇനി അല്ലെങ്കിൽ ഹറാമാണോ ഹലാലാണോ കൂടിക്കലർന്ന തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രശ്നം അവിടെ ഉണ്ടോ? കാരണം ഇപ്പോൾ ബൈക്കോടെ പോകല്ലോ, ഇത് നോക്കല്ലോ. രണ്ടുമില്ല. പക്ഷേ എന്തുണ്ട്? ഹറാമിലേക്ക് എത്തിപ്പെടാൻ ഒരു സാധ്യത ഉണ്ട്. ഇതിലൂടെ പോകുമ്പോൾ അഥവാ അവിടെ എത്തുമ്പോൾ അങ്ങനെ തോന്നിയാലോ ഒന്ന് കാണാൻ. അപ്പോൾ അതിനുള്ള സാഹചര്യമായിട്ട് ഇല്ലാതാക്കുക. നോക്കൂ, തഖ്വയുടെ അതല്ലെങ്കിൽ ഹറാമ് സൂക്ഷിക്കുന്നതിൻ്റെ മൂന്നാമത്തെ ഒരു ഉയർന്ന ദർജ. നമ്മളിപ്പോൾ അവിടെ ഹലാലാക്കാൻ നമുക്ക് പറ്റും അവിടെ, പക്ഷേ ഈ സാധ്യത അവിടെ ഉണ്ടല്ലോ, ആ സാധ്യത കണ്ടുകൊണ്ട് അതിനോട് ഒഴിവാക്കുക. ഇത് മറ്റൊരു ദർജയാണ്, മറ്റൊരു ക്വാളിറ്റി. ഇതൊക്കെ ആളുകളുടെ ക്വാളിറ്റി കൂട്ടുന്ന കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. അത് അവഹുവാദ് തർക്കു മാലാ ബഅ്സബിഹി, കുഴപ്പമില്ലാത്ത കാര്യത്തെ ഒഴിവാക്കുക. മഖാഫത്ത മാ ബിഹി ബഅ്സുൻ, കുഴപ്പമുള്ള വല്ലതും സംഭവിക്കുമോ എന്ന് പേടിച്ചിട്ട്. അവന് ഈ ചെയ്ത കാര്യം കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല, അതിക്കൂടെ പോയിക്കൂടെ, എന്താ കുഴപ്പം? ആ റോഡിന് പോയിക്കൂടെ, അവന് കാണാൻ പോരെ. പക്ഷേ ആ കാണൽ അതുവഴി ഉണ്ടായിത്തീരുമോ എന്നുള്ള പേടി. അപ്പം ഒരു വിരോധമില്ലാത്ത ഒരു കാര്യം വിരോധമുള്ളത് അതുവഴി ഉണ്ടായിത്തീരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് വിരോധമില്ലാത്തതിനെയും ഒഴിവാക്കുക. ഇതാണ് അടുത്ത ദർജ. ഇനി നാലാമത്തെ ഒരു ദർജ, അദ്ദറജത്തു റാബിയ. അത് മാലാ ബഅ്സബിഹി അസ്റൻ, ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. ഇതുമില്ല. ഈ പറഞ്ഞ അയിക്കൂടെ അങ്ങനെ അതാട് ചെയ്താൽ അതുവഴി ഒരു ഹറാമുണ്ടാകുമോ എന്ന ഭയവും ഇല്ല. വലാ യുഖാഫു മിന്നു, അതിന് പേടിക്കപ്പെടുന്നുമില്ല. അൻ യുഅദ്ദി ഇലാ മാ ബിഹി ബഅ്സുൻ, കുഴപ്പമുള്ള ഒന്നിലേക്ക് എത്തിപ്പെടുമോ എന്നുള്ള പേടി അതുമില്ല. പിന്നെന്താ പ്രശ്നം? ലാകിന്നഹു യതനാവലു ലിഗൈരില്ലാഹി തആല, അത് അല്ലാഹ് അല്ലാത്തവർക്കാകുക എന്നുള്ളൊരു സംഗതി വരും. വലാ അലാ നിയ്യത്തി തഖവ്വി ബിഹി അലൽ ഇബാദ, ഇബാദത്തിന് ഖുവ്വത്തുണ്ടാക്കുക എന്നുള്ള നിയ്യത്തല്ലാതെ വേറെന്തോ ഒരു നിയ്യത്തിലായി പോവുക ചെയ്യണത്. അപ്പോൾ അത് ഒഴിവാക്കുക. തെറ്റായ കാര്യമല്ല, ശുഭത്തുള്ള കാര്യമല്ല. അതുവഴി ഒരു ഹറാമിലേക്ക് എത്തിച്ചേരുമോ എന്ന പേടി അതുമില്ല. പക്ഷേ ഈ ചെയ്യണ കാര്യം ലില്ലാഹി അല്ലാതാവുമോ എന്നൊരു പ്രശ്നം, അത് മാത്രമേ ഉള്ളൂ. അപ്പം അത് മാണ്ടാക്കുക. അള്ളാൻ്റെ വജന് വേണ്ടി ചെയ്യണം മാത്രം ചെയ്താൽ മതി. വേറെന്തോ കാര്യത്തിന് വേണ്ടി ചെയ്യണം ഒക്കെ ഒഴിവാക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റണം. ഇപ്പം നമ്മൾ ചെയ്യണ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പം ഈ ശറയിൽ എത്രയോ വളരെ പ്രധാനപ്പെട്ട പിന്നെ ഇബാദത്തുകൾ കുറേ ഉണ്ട്. ഇപ്പോൾ ഒരു രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് ഭയങ്കര പുണ്യമുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ എന്തിനാണ് രോഗിയെ സന്ദർശിക്കാറുള്ളത്? ഇപ്പോൾ സുഖമില്ലാതെ കിടക്കുന്ന കുറേ കാലമായി. ഇപ്പം ഞാൻ കാണാൻ പോയാൽ ഒരു മോശമല്ലേ? കാണാൻ പോയാൽ എന്താ വിചാരിക്കുക? ആ കുടുംബക്കാരെന്താ വിചാരിക്കുക? മറ്റേ നാട്ടുകാരെന്താ വിചാരിക്കുക? അവിടുത്തെ അയൽവാസികൾ എന്താ വിചാരിക്കുക? ഇപ്പോൾ എന്തിനാണ് ഇപ്പോൾ രോഗിനെ കാണാൻ പോണത്? ലില്ലാഹിയാണോ? അല്ല. രോഗിനെ കാണാൻ പോണത് കുറ്റം തീർക്കാൻ. ആൾക്കാർ കുറ്റം പറച്ചിൽ തീർക്കണം. അതിനും വേണ്ടി കുറ്റം പറച്ചിൽ നിൽക്കും. രോഗിനെ കാണാൻ പോയാൽ കൂലുണ്ടോ? ഇല്ല. ഇപ്പം ലില്ലാഹി ആകുന്നില്ല. ഇപ്പം അതിനു വേണ്ടി രോഗിനെ കാണാൻ തന്നെ പോകില്ല. അപ്പം കാരണം ലില്ലാഹി ആകണില്ല എന്ന് വെച്ചിട്ട് പറഞ്ഞാൽ സംഗതി അത് ചെയ്യൂല. നമ്മളിപ്പോൾ ഒരാൾ കല്യാണത്തിന് വിളിച്ചാൽ എന്തിനാ പോവുക? സദ്യക്ക് വിളിച്ചാൽ പോകൽ സുന്നത്താണ് വിചാരിച്ചിട്ടാണോ പോകണം? അല്ല. പത്രം അടങ്ങാറായി ഇവിടെ എൻ്റെ പെരയിലൊക്കെ വന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഞാനെങ്ങനെ പോകാതൊക്കെ. ഇതല്ല നമ്മുടെ രീതി. എല്ലാ കാര്യത്തിലും മരിച്ചെടുത്ത് പോലെ അങ്ങനെ മരിച്ചിട്ട് ഞാനെങ്ങനെ പോകാമെന്നാ മറ്റോ എന്താ വിചാരിക്കുക?
എന്ത് കാര്യത്തിനും ഈ രീതിയിൽ പിശാച് നമ്മളെ പിന്നെ വലയം ചെയ്ത് കഴിഞ്ഞു. ഒരു കാര്യവും ലില്ലാഹി ചെയ്യാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. അപ്പോൾ ഒക്കെ ഏതെങ്കിലും കുറ്റം തീർക്കാനോ ഒരു ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും സംഗതികൾ പരിഹരിക്കാനോ വേണ്ടിയായിരിക്കും പലപ്പോഴും ഇത്തരം നന്മകളൊക്കെ ചെയ്യുക. ഇപ്പം സൂഫിയാക്കളുടെ ഇപ്പം ഏറ്റവും പവർ സംഗതിയായിട്ട് ഈ പറഞ്ഞു കേട്ടോ, ലില്ലാഹി അല്ലാ തോന്നി അപ്പോൾ ഒഴിവാക്കുക മാണ്ടാന്നൊക്കെ. കാരണം ലില്ലാഹി അല്ലാത്ത ഞാൻ എന്തിനാ ചെയ്യണം? അപ്പോൾ ഓൾക്ക് തോന്നുന്നത് എന്താണ്? ലില്ലാഹി അല്ലെങ്കിൽ അത് തെറ്റാണ്, അള്ളാഹുവിൻ്റെ വജഹിന് വേണ്ടി അല്ലാതെ ചെയ്യുന്നൊരു കാര്യം തെറ്റാണ് എന്ന കാഴ്ചപ്പാടിലായിരിക്കും അവരുണ്ടാവുക. അല്ലെങ്കിൽ ഔ യതദറഖു ഇലാ അസ്ബാബിഹിൽ മുസഹിലത്തി ലഹു എന്താണ് ഒരാളാണ് അല്ലെങ്കിൽ ഔ യതദറഖു ഇലാ അസ്ബാബിഹി അൽ മുസഹിലത്തി ലഹു കറാഹിയത്ത തഹരീമിൻ ഔ മഅസിയത്തിൻ. ഒരു ഹറാമായ കാര്യമോ ഒരു മഅസിയത്തായ കാര്യമോ ഒക്കെ നമ്മൾക്ക് വെറുപ്പുണ്ടാക്കണം. ഹറാമിനോട് വെറുപ്പ് വേണം, മഅസിയത്തിനോട് വെറുപ്പ് വേണം. അത്തരം വെറുപ്പിനെ എളുപ്പമാക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടുന്ന കാര്യമല്ല ഈ ചെയ്യുന്ന കാര്യം. അത് വേറെ കാര്യമൊന്നുമില്ല. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് വേണം, അത് ചെയ്യുക വഴി ഒരു ഹറാമ് ചെയ്യുമ്പോൾ നമുക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു 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 മഅസിയത്തിനോട് നമുക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യം, അത്തരം കാര്യത്തിലേക്കും ഇത് ചെയ്തിട്ട് എത്തിപ്പെടൂല. ഇതുകൊണ്ട് ഇബാദത്തിൻ്റെ മേൽ പ്രത്യേക തഖ്വ എന്നുള്ള ആ ഉദ്ദേശം ഉണ്ടാവില്ല, ലില്ലാഹി എന്നുള്ള ഉദ്ദേശം. ഇങ്ങനെ ഒരു കാര്യമില്ല, എന്നാൽ പിന്നെ വേണ്ടാന്നൊക്കെ അതൊരു തെറ്റായിട്ട് കണക്കാക്കുക. ശരിക്കും ഇപ്പോൾ തെറ്റൊന്നുമല്ല, പക്ഷേ തെറ്റായിട്ട് ഇവനും തോന്നുക. അതൊരു മനുഷ്യൻ്റെ പെർഫെക്ഷൻ്റെ ഒരു പരമകാഷ്ഠയിലെത്തുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അതൊക്കെ. ഇതാണ് 4ാമത്തെ ദറജ. ഇങ്ങനെ ഹലാലായ കാര്യങ്ങൾക്ക് തന്നെ ഹലാൽ ഹറാമിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ മനുഷ്യന് വിവിധ ദറജകളിലായിട്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ചിലരിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് പച്ച ഹറാമായതുകൊണ്ടാവില്ല, അത് ഓരോരുത്തരുടെ രീതിയാണ്. അവൻ്റെ തഖ്വൻ്റെയും സ്വലാഹിൻ്റെയും അടിസ്ഥാനത്തിലുണ്ടാവും. ചിലർക്ക് ഇങ്ങനെ ഹറാമാണെന്നൊരു ഫത്വ കിട്ടുന്ന കോലത്തിലല്ല ഞാൻ മതി, അതിൻ്റെ അടുത്തുള്ള ഫത്വയൊക്കെ കിട്ടുള്ളൂ എന്നായി ചെയ്യും. അങ്ങനെ അത്രേ ഓൻ്റെ ഈമാനും തഖ്വയൊക്കെ ഉള്ളൂ. ചിലവരെന്ത് ചെയ്യും, അതിൻ്റെ കുറച്ചും കൂടി അപ്പുറത്തുണ്ടാവുക, ഹറാമാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ചെയ്യൂല. ചിലവർ സാധ്യത അല്ല അതിൻ്റെ അപ്പുറത്തുണ്ടാവുക, അത് ഹറാമായ സാധ്യതയൊന്നുമില്ല, പക്ഷേ അത് ചെയ്താൽ വേറെ ഹറാമൊക്കെ എത്തുമെന്നുള്ള പേടി ഉണ്ടാവും, അപ്പോൾ അവിടെ ചെയ്യൂല. ചിലവർ അതിൻ്റെ അപ്പുറത്തുണ്ടാവുക, അവർ പിന്നെ ലില്ലാഹി അല്ലെങ്കിൽ ചെയ്യൂല. ഈ കാര്യം ചെയ്യണത് അള്ളാൻ്റെ വജഹിന് വേണ്ടി എന്നുള്ള ലെവലിൽ കിട്ടണില്ലേ എന്നാൽ പിന്നെ ചെയ്യൂല. അപ്പോൾ ഇങ്ങനെ വിവിധ ദറജകൾ ഈ കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്. ഇനി അടുത്ത ഫസലൊക്കെ 100-ാം പേജ്, ഫസലും ഫി ബയാനി മറാത്തിബി ശുബഹത്തി. ഇനി ശുബഹത്തുകളുടെ മർത്തബയാണ് പറഞ്ഞത്. ശുബഹത്തുള്ള കാര്യങ്ങൾ വിവിധ രീതിയിലുണ്ട്. ശുബഹത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കണം, ഹറാമ് ഹലാൽ അല്ലാത്ത രണ്ടിൻ്റെ ഇടയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. ഹറാമാകാനും ഹലാലാവാനും സാധ്യതയുള്ള കാര്യങ്ങൾ, അതിനാണ് ശുബഹത്തായ സാധനം എന്ന് പറയാം. കാരണം രണ്ടും തിരിച്ചറിയാത്ത കാര്യം ശുബഹത്തിൽ നിന്ന് പരമാവധി വിട്ടുക്കാണ് വേണ്ടത്. ഒരു ഹദീസ് ആദ്യം പറയുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ വബൈനഹുമാ ഉമൂറുൻ മുതശാബിഹാത്തുൻ ലാ യഅലമുഹാ കസീറുൻ മിനൻ നാസ്. ഹലാൽ വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ, അത് വളരെ കൃത്യ. എന്നാൽ വബൈനഹുമാ ഉമൂറുൻ മുതശാബിഹാത്തുൻ, അത് രണ്ടിൻ്റെ ഇടയിൽ കുറേ മുതശാബിഹായ കാര്യങ്ങളുണ്ട്. നമ്മൾ ഏത് വിഷയവും ഇങ്ങനെ പഠിക്കണം കാര്യങ്ങൾ. അതായത് ഹറാം വ്യക്തമായി പറയപ്പെട്ട ഹറാമുണ്ട്, വ്യക്തമായി പറയപ്പെട്ട ഹലാലും ഉണ്ട്. എന്നാൽ വേറെ കുറേ സംഗതികളുണ്ടാവും. ഒരു കണ്ണുകൊണ്ട് നോക്കിയാൽ ഹലാലാ തോന്നും, വേറെ കണ്ണുകൊണ്ട് നോക്കിയാൽ ഹറാമാ തോന്നും. അങ്ങനെ ദുനിയാവ് എന്തൊക്കെ കാര്യങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ലാ യഅലമുഹാ കസീറുൻ മിനൻ നാസ്, അത് അധികം ആൾക്കാർക്കും അറിയില്ല. ഹറാമാണോ ഹലാലാണോ എന്ന് അധികം ആൾക്കും തീർച്ചപ്പെടുത്താൻ കഴിയാത്ത മുത്തശാബിഹായ കാര്യങ്ങൾ ദുനിയാവിൽ കുറേ ഉണ്ട്. അവിടെ മൊത്തത്തിൽ ഫമനിത്തഖ ശുബഹാത്ത്, ശുബഹത്തിന് ആരെങ്കിലും സൂക്ഷിക്കുകയാണെങ്കിൽ ഫഖദ് ഇസ്തബ്റഅ ലിഇർദിഹി വദീനിഹി, അവൻ്റെ അഭിമാനവും അവൻ്റെ ദീനും അവൻ സംരക്ഷിച്ചു. ഫഖദ് ഇസ്തബ്റഅ, അവൻ സംരക്ഷിച്ചു, ലിഇർദിഹി, അവൻ്റെ അഭിമാനത്തെയും അവൻ്റെ ദീനിനെയും. ശുബഹാത്തോടെ ഒഴിവാക്കാൻ നോക്കുക. എന്തിനാ വെറുതെ ഒരു കുത്തിക്കണേസ് പോയി തലടാൻ പോണ് ഉറപ്പില്ലാത്തൊരു കാര്യത്തിൽ പോയിട്ട്? അപ്പോൾ നമ്മളെ ദീനും നമ്മളെ അഭിമാനവും സംരക്ഷിക്കുക. ഒമൻ വഖഅ ഫി ശുബഹാത്ത് വഖഅ ഫിൽ ഹറാം, ശുബഹാത്ത് ചെന്ന് ചാടിയ ഹറാമ് ചെന്ന് ചാടലായി. ശുബഹാത്തിൽ ചെന്ന് ചാടിയ അങ്ങനെ ഹറാമിലേക്ക് എത്തുന്നർത്ഥം. കാരണം ശുബഹാത്തിലൂടെ സഞ്ചരിക്കുമ്പം ഹറാമിലേക്ക് ചാടാതിരിക്കാൻ കഴിയില്ല. ഏതുപോലെ? റസൂലുള്ളാഹിന്റെ ഉദാഹരണം നോക്കണം. കറായി യർആ ഹൗലൽ ഹിമ യൂഷിക്കു അൻ യഖഅ ഫീഹി. കറായി ഒരു മേക്കുകാരനെ പോലെ, ഒരു ജീവിയെ മേക്കുന്ന ആടിനെ പോത്തിനെയൊക്കെ മേഞ്ഞടക്കുന്ന ആൾ. അയാൾ യർആ ഹൗലൽ ഹിമ, അതിർത്തിൻ്റെ സമീപത്തിലൂടെ അയാൾ മേയുന്നു. അപ്പോൾ രണ്ടാളെ ഭൂമിയിലും പുല്ലുണ്ട്. അപ്പോൾ ഇവൻ ആടിനെ അല്ലെങ്കിൽ പശുവിനെ മേക്കണത് ഇവിടുന്നാണ് ആ പറമ്പിൻ്റെ അതിർത്തി കൂടെ. അങ്ങനെയാണ് സംഗതി. അതിർത്തിയുള്ള പുല്ല് ഇതിന് തിന്നാലോ, ഈ ഉടമൻ്റെ പോത്തിന് തിന്നാലോ, പക്ഷേ അപ്പുറത്തെ പുല്ല് കടിച്ചരുത്.
പക്ഷേ അതിർത്തി കൂടെ അങ്ങനെ പോകുമ്പോൾ അപ്പുറത്ത് കടിച്ചാക്കാൻ കഴിയുമോ? അപ്പം പോത്തറിയാതെ അപ്പുറത്തുള്ളത് കടിച്ചു പോകുന്നു. അതാണ് ഈ ഹറാമുകളുടെ പ്രശ്നം. ഹലാൽ ഹറാമിൻ്റെ ഇടയിലുള്ള അതിർത്തി ഉണ്ടാവും. ആ പറ്റ അരുവ് കൂടെ അങ്ങനെ പോകരുത്. അരുവ് കൂടെ അങ്ങനെ പോയാൽ ചിലപ്പോൾ ഹറാമ് കടിച്ചാടും. ഏതുപോലെ അതിർത്തിയിലൂടെ അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഞാൻ എൻ്റെ സ്ഥലത്തല്ലെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിലും ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിക്കും. അവൻ്റെ കാല് ചിലപ്പോൾ അപ്പുറത്ത് തട്ടും, അവൻ്റെ കൈ അപ്പുറത്ത് തട്ടും. ഒരു മൃഗത്തിനെ മേക്കുകയാണെങ്കിൽ അത് അപ്പുറത്തുനിന്ന് കടിച്ചും. അങ്ങനെ സംഭവിക്കും. കാരണം അതാണ് ശുബഹത്തുകളുടെ വിഷയം എന്ന് പറഞ്ഞാൽ. ഏത് ശുബഹത്തുകളും അങ്ങനെയാണ്. അരികിലൂടെ പോകുക, ഹറാമിൻ്റെ എരുത്തുകൂടെ അങ്ങനെ പോകരുത്. ഹറാമിൻ്റെ അരികിലൂടെ പോകുമ്പോൾ അത് അയക്ക് ചാടും. അതാണ് കറാഹുൽ ഹിമ, അതിർത്തിയുടെ ചുറ്റുവശത്തിലൂടെ സഞ്ചരിക്കുന്ന മേഞ്ഞ് നടക്കുന്ന ഒരാളെപ്പോലെ. യൂഷിക്കുവാൻ ഖാഫിഹി, അവൻ ആ അതിർത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ പുറത്തേക്ക് അവൻ വാക്കയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഈ വിഷയത്തിൽ പറയാനുള്ളൊരു കാര്യം. ഹലാലും ഹറാമും ശറഅയിൽ വ്യക്തമാണ്, പക്ഷേ മുത്തശാബിഹായ കാര്യങ്ങളുണ്ട്, അത് സൂക്ഷിച്ചിരിക്കണം. ഇനി ഇതിൽ ബയാനുൽ ഖിസ്മിൽ മുത്തവസ്സിത്ത്, ഒരു മുത്തവസ്സിത്തായ ഇനത്തെ വിശദീകരിക്കുകയാണ്. നമ്മൾ ഹലാലാണ്, നമ്മൾ ഹലാൽ പറഞ്ഞത് ഇപ്പോൾ ഹദീസ് പറഞ്ഞത് ഹലാൽ ബയ്യനാണ്, ഹറാമ് ബയ്യനാണ്. അതിൻ്റെ നടുവിലുണ്ട് കുറേ ശുബഹത്തുകൾ. ആ ശുബഹത്താണ് ഇവിടെ പറയാൻ പോണത്. ഹലാൽ വ്യക്തത ഇപ്പോൾ ആർക്കും മനസ്സിലാവുള്ളത് ഹലാലാണ്, മറ്റേത് ഹറാമാണ്. ഈ തിരിച്ചറിയാത്ത കുറേ സാധനങ്ങളുണ്ട്. അതെന്താണ് ഈ സാധനം? അതാണ് ഈ മുത്തവസ്സിത്തായ മധ്യനിലയിലുള്ള ആ ഖിസ്മ്. അതാണ് ശുബഹത്ത് പറഞ്ഞത്. മിസാലിൻ്റെ ഉദാഹരണം നോക്കുക. ഇപ്പോൾ അന്നൽ മാ മിനൽ മത്തരി, മഴ പെയ്തിട്ടുള്ള വെള്ളം ഹലാലും എന്തായാലും ഹലാലാണ്. കാരണം ആകാശത്ത് നിന്ന് വരുന്ന വെള്ളമാണ്, ആരുതും അല്ല. പടച്ച റബ്ബ് നേരെ തരുന്ന അൻസൽനാ മിനസ്സമായി മാഅൻ തഹൂറ എന്ന് പറഞ്ഞ വെള്ളമാണ്. ആ വെള്ളം ഇപ്പോൾ ഹലാലാണ്, ഉറപ്പാണ്, ഹറാമല്ല, ശുബഹത്തല്ല. എപ്പം? ഖബ്ല അൻ യഖഅ ഫീ മിൽക്കിൽ ഗൈർ, മറ്റൊരുത്തൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ആ മഴ വീഴുന്നതിൻ്റെ മുമ്പ്. വേറൊരാളുടെ ഉടമയിലുള്ള സ്ഥലത്ത് ആ മഴ ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുതായി. മനസ്സിലാക്കണം. നേരെ മറിച്ച് നമ്മളിപ്പം നല്ല മഴ പെയ്യാണ്, ആ മഴയത്ത് നമ്മളെ കൈ ഇങ്ങനെ അടി നീട്ടിയിട്ട് അതിൽ വെള്ളം അങ്ങോട്ട് കിട്ടി, ആ വെള്ളം അടി കുടിച്ചു. അത്ര ഹലാലും തൊയ്യബായ ഒരു വെള്ളം ലോകത്ത് വേറെ കിട്ടാനില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ എടുത്താൽ ആ പാത്രത്തിൽ ശുഭത്ത് വരാലോ, അത് വാങ്ങിയ പൈസ, അത് ഉണ്ടാക്കിയോന്, അങ്ങനെ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ട്, അതുപോലും ഉണ്ടാവില്ല. വളരെ ശുദ്ധമായ നേരമായ ചുമ്മാ തൊള്ളാട്ടി ഇങ്ങനെ വെള്ളാട്ടാക്കി, എത്ര ശുദ്ധമായ ഹലാലായ വെള്ളം, അത് ഉറപ്പാണ്. ഖബലായ മറ്റൊരുത്തൻ്റെ മിൽക്ക് പ്രവേശിക്കാൻ മുമ്പ്. ഇനി അമ്മൽ ഹറാമൽ മഹദു, ഇനി തനിച്ച ഹറാമ്, ഫക്കൽ ഹംറി, കള്ളു പോലെ മസലൻ ഉദാഹരണം. അപ്പോൾ ആരും സംശയിക്കുമല്ലോ അത് ഹറാമാണോ ഹലാലാണോ സംശയപ്പേർക്ക്. കള്ള് ഹറാമാണ്, അല്ല വ്യക്തമായ ഹറാമാണ്. മഴ പെയ്ത് നേരെ കിട്ടുന്ന വെള്ളം ഹലാലാണ്, വ്യക്തമായ ഹലാൽ. അപ്പോൾ അൽ ഹലാലു ബയ്യനുൻ വൽ ഹറാമു ബയ്യനുൻ, അത് വേഗം തിരിയും. അതായത് പച്ച ഹലാൽ നമുക്ക് ആർക്കും പറയാൻ പറ്റും അത് ഹലാലാണ്, തനി ഹറാമാണെങ്കിൽ ആർക്കും പറയാൻ പറ്റും അത് ഹറാമാണ്. എന്നാൽ മസാറാത്ത് ശുബഹത്തി ഹംസും, ശുബഹത്തിൻ്റെ സാധ്യതകൾ 5 എണ്ണമാണ്. 5 നിലക്ക് ഹറാമ് ഹലാലിൻ്റെ ഇടയിൽ ശുബഹത്തുകൾ വരാം. 5 നിലക്ക് ശുബഹത്തുകൾ വരാം. പിന്നെ സമയം കുറവായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ. തൽക്കാലം നാളെ നിൽക്കട്ടെ, അടുത്ത ക്ലാസ്സിലാക്കുക ബാക്കി ശുബഹത്തിൻ്റെ 5 ഇനങ്ങൾ. അപ്പോൾ നമ്മുടെ ഹലാലും ഹറാമും വ്യക്തമാണെന്ന് പറഞ്ഞു, അത് മറന്നു പോകരുത്. നാളത്തെ ക്ലാസ് കേൾക്കുമ്പോഴേക്ക്, നാളെ 2 ദിവസം കഴിയുമല്ലോ ഇനി, അപ്പോഴേക്ക് ഇത് മറന്നു പോകരുത്. പിന്നെ ഹലാലും ഹറാമും വ്യക്തമാണ്, അത് ആർക്കും സംശയം ഉണ്ടാവില്ല. ഹറാം ഹലാൽ എന്നുള്ള കാര്യത്തിൽ ഈ മുത്തശാബിഹായ മുസ്തബിഹായ കാര്യങ്ങളുണ്ട്, അവിടെയാണ് സംശയങ്ങൾ വരിക. അത് 5 കോലത്തിൽ വിഷയങ്ങൾ വരും. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.